ലോകാന്ത്യത്തെക്കുറിച്ച പാഠങ്ങൾ വിശ്വാസികളായ ആളുകൾ അഭിപ്രായ വ്യത്യാസമന്യേ ഇവിടെ നമുക്കിടയിലുള്ള കക്ഷി വഴക്കുകൾക്കൊന്നും പഴുതില്ലാത്ത വിധം എല്ലാ വിഭാഗവും സമ്മതിക്കുന്ന അല്ലാഹു തആല വരുത്തി തീർക്കുന്ന അവസാനത്തെ ലോകത്തിന്റെ അന്ത്യത്തിന്റെ സംഭവം ഇത് വിശുദ്ധ ഖുർആന്റെ പരസ്യമായ പ്രഖ്യാപനമാണ്, വ്യക്തമായ പ്രസ്താവനയാണ്, ഖണ്ഡിതമായ മൊഴികളാണ്. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഭീകര താണ്ഡവങ്ങൾ, ആകാശലോകത്തും ഭൂമിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഈ സംഭവങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും ചിന്തിക്കാൻ, കുറച്ചെങ്കിലും ഓർക്കാൻ, അന്നത്തെ സംഭവങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നതിന്റെ ഏതാണ്ട് ഒരു ചെറിയ മാതൃകകൾ പരിശീലനത്തിന് വേണ്ടി ഓർക്കാനെങ്കിലും ഈ ദുരിതങ്ങളിൽ എമ്പാടും കിട്ടും. ദുരന്തങ്ങളിൽ അതിനുള്ള ശകലങ്ങളിൽ എത്രയോ അല്ലാഹു തആല വിളിച്ചിട്ടിരിക്കുന്നു. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ ദുരന്തത്തിന്റെ ചില കഥകൾ, ഈ ദുരന്തത്തിന്റെ ഇടയിൽ സംഭവിച്ച കുറെ പത്രങ്ങളിൽ നമ്മൾ വായിച്ചത്, കടലിന്റെ ഉള്ളിൽ ഉള്ള ഒരു മരക്കൊമ്പിൽ ഒരു മനുഷ്യൻ 8-10 ദിവസം കഴിഞ്ഞു. കാശ്മീരിലെ ഒരു ചെറുപ്പക്കാരൻ 8-10 ദിവസം കഴിഞ്ഞു. നമ്മുടെ നാടിലുള്ള നമ്മുടെ സംസ്ഥാനത്തവരാൽ 2-3-4 ദിവസം കഴിഞ്ഞു. ഒരു മരക്കൊമ്പിലല്ല, കടലിന്റെ പല ഭാഗങ്ങളിൽ കാണുന്ന മരക്കൊമ്പുകളിൽ, ആ മരക്കൊമ്പുകളിൽ 8-10 നാളുകൾ കഴിഞ്ഞ ഒരാൾ അതേ മരത്തിന്റെ ഒരു ചില്ലയിൽ കൊമ്പിൽ മനുഷ്യന്റെ ഉഗ്രശത്രുവായ മനുഷ്യനെ കടിച്ചു കീറുന്ന കൊല്ലാൻ തന്നെയും പോന്ന പാമ്പ് കൂടെ തന്നെ കഴിയുന്നു. തമ്മിൽ കുഴപ്പമൊന്നുമില്ല. പാമ്പും മനുഷ്യനും ഒരേ രക്ഷാകേന്ദ്രത്തിൽ സങ്കേതത്തിൽ ഒന്നിച്ചൊരു ചില്ല കിട്ടിയപ്പോൾ ആ ചില്ലയിൽ പതുങ്ങിക്കഴിഞ്ഞുകൂടുന്നു. തന്റെ അടുത്ത് നിൽക്കുന്നത് ഉഗ്രവിഷമുള്ള സർപ്പമാണ്. മനുഷ്യന് പേടിയില്ല. അതിനും വലിയ സർപ്പമല്ലേ അപ്പുറം കടലിന്റെ തിരമാല. രാക്ഷസ തിരമാലയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്പുറത്ത് സർപ്പമുണ്ടായപ്പോൾ മനുഷ്യന് പേടിയില്ല. സർപ്പത്തിനു തന്നെയും വിഷമേൽപ്പിക്കുന്നതും കുത്തുന്നതും മനുഷ്യനെ പേടിച്ചിട്ടാണ്. ആ സർപ്പത്തിന് ഈ മനുഷ്യനെ പേടിയില്ല. കാരണം ഭയവിസ്മരനാണ് രണ്ടും. ഇത് നമ്മൾ കണ്ടതല്ലേ, ദൃശ്യങ്ങൾ കണ്ടതല്ലേ, നമ്മുടെ കൺമുമ്പിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്തിൽ സംഭവിക്കുന്നത് ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. അന്ന് അബൂജഹലിനും അബൂലഹബിനും ഇത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല, ശരിയാണ്. മരുഭൂനിവാസികളായ ഖുർആന്റെ സംബോധിതരായ, അതും മക്കയിൽ ഇറങ്ങുന്ന വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങളിൽ, മരുഭൂമിയായ മക്കയിൽ കടലില്ല. കടലിന്റെ തിരമാലകൾ പറഞ്ഞാൽ മനസ്സിലാകില്ല, ഭീകര താണ്ഡവങ്ങൾ പറഞ്ഞാൽ ഓർക്കില്ല, കാട്ടിലെ ജീവികളും അല്ലാത്ത ജീവികളും തമ്മിൽ ഒത്തുചേരുന്നത് പറഞ്ഞാൽ മനസ്സിലാകില്ല. മിക്കവാറും മനസ്സിലാക്കാത്തവ. അവരവിശ്വസിച്ചതുപോലെ, അവർ പിന്തിരിഞ്ഞതുപോലെ, അവർ മുഖത്തിരിച്ചതുപോലെ, അവർ ചിന്തിക്കാത്തതുപോലെ നമ്മളാകാമോ? നമുക്ക് ചിന്തിക്കാൻ വകയുണ്ട്. സംഭവങ്ങൾ എത്രയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ മാത്രം നോക്കൂ, നിങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളമായി സംഭവിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു. അവസാനത്തെ കാലം വരുമ്പോ ഒരു വർഷം ഒരു മാസം പോലെയാകും, ഒരു മാസം ഒരാഴ്ച പോലെയാകും, ഒരാഴ്ച ഒരു ദിവസം പോലെയാകും, ഒരു ദിവസം ഏതാണ്ട് ഒരു മണിക്കൂർ പോലെ, അല്ലെങ്കിൽ ഒരല്പസമയം പോലെ എന്ന് നമ്മൾ പറയുന്നത് പോലെയാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇത് വ്യാഖ്യാനിക്കുമ്പോ പണ്ടത്തെ കാലത്തെ ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നത് അനുഭവത്തിൽ അങ്ങനെയായി പോകുമെന്നാണ് പലരും. ചിലരെങ്കിലും ഹദീസിന്റെ ബാക്യവശം അങ്ങനെ തന്നെ വിശ്വസിക്കണമെന്ന് ശരിക്കും ബോധമുള്ള ചില ഇമാമുകളെങ്കിലും അന്നേത്തെ കാലത്ത് അങ്ങനെ സംഭവിക്കുമായിരിക്കും പ്രത്യേകം എന്ന് പറയും. ഈ അടുത്ത സമയം വരെയും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന പരിസ്ഥിതിയിലല്ല. 24 മണിക്കൂറാണ് ആകെ ദിവസത്തിന്റെ ടൈം. അങ്ങനെയുള്ള 7 ദിവസമാണ് ഒരാഴ്ച, അങ്ങനെയുള്ള 30 ദിവസമാണ് ഒരു മാസം, അങ്ങനെയുള്ള 12 മാസമാണ് ഒരു വർഷം. ഏതു കാലത്തും ഏത് സമൂഹത്തിലും എല്ലായ്പ്പോഴും നടന്നു വരുന്ന കാര്യം. പിന്നെ ഇതെങ്ങനെയാണ് 24 മണിക്കൂർ പോയിട്ട് 1 മണിക്കൂറിന്റെ സമയമാവുക? 30 ദിവസം എങ്ങനെയാണ് ഒരാഴ്ചയുടെ ചുരുങ്ങിയ തീരയിലാവുക? ഇത് ശുഗല് കൊണ്ട്, ജോലി നിരതത കൊണ്ട്, പ്രശ്നം കൊണ്ട് അങ്ങനെ തോന്നിപ്പോകുന്നു എന്ന് പലരും വ്യാഖ്യാനിക്കുമായിരുന്നു. ഹദീസ് പണ്ഡിതന്മാരിൽ പോലും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന സംതൃപ്തമായ വ്യാഖ്യാനം നൽകിയവരുണ്ട്. പക്ഷേ ഇന്നത്തെ ദുരന്തത്തിന്റെ ബാക്കിപത്രമായി നമ്മൾ ദിനേന വായിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇന്നു പത്രത്തിൽ വായിക്കുന്നു, ഭൂമിയുടെ സമയം, ഭൂമിയിലെ സമയം ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം കുറച്ചു കുറവാണ്, ദിവസത്തിന് കുറച്ചു കുറവാണ്. അനുഭവപ്പെടാനായിട്ടില്ല. 2.18 ഇത്രണ്ട്. 2 വെച്ചിട്ട് പിന്നുണ്ട് 2.18 മൈക്രോ സെക്കൻഡ്. ഭൂമിയിലെ സമയം ഇപ്പോൾ ചുരുക്കത്തിലാണ്. ഒരു സെക്കൻഡിന്റെ 1,00,000 അംശമാണ്. 10 ലക്ഷം 1,00,000 അംശം മൈക്രോ സെക്കൻഡ് ആണ്. കുട്ടികൾ പഠിച്ചോളി. മൈക്രോ സെക്കൻഡ് വളരെ 1,00,000യുടെ ഒരംശമാണ്. ആ ഒരംശമുള്ള മൈക്രോ സെക്കൻഡിൽ 2 മൈക്രോ സെക്കൻഡ് ഇപ്പൊ ഭൂമിയുടെ സമയം കുറവാ. എന്താ കാരണം? ഇപ്പോഴത്തെ ദുരന്തത്തിൽ ഭൂമി അതിന്റെ അച്ചുതണ്ടിലുള്ള കറക്കം ഒരൽപ്പം വേഗമായി പോയി. ഭൂമിയുടെ അച്ചുതണ്ടിലുള്ള കറക്കത്തിൽ ഒരൽപ്പം വേഗത കൂടിപ്പോയി. സമുദ്രത്തിന്റെ ഭാഗത്ത് ഭൂകമ്പമുണ്ടായിട്ട് രാക്ഷസ തിരമാലകൾ പുറത്തേക്ക് വന്ന് ഈ ദുരന്തത്തിൽ ആകെ നടുങ്ങിയിട്ട് വെപ്രാളത്തിൽ ഭൂമിയുടെ കറക്കം, അതിന്റെ അച്ചുതണ്ടിലുള്ള കറക്കം ഒരൽപ്പം വേഗത കൂടിയപ്പോൾ 2 മൈക്രോ സെക്കൻഡ് വേഗത കൂടിയിട്ടുണ്ട്.
അത്രപ്പം നമുക്ക് ദിവസം കുറയണേ, ഇനിയും കുറയില്ലേ അതിന്റെ അപ്പുറം. നമ്മൾ ആലോചിക്കണ്ടേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള ഹദീസുകളിലെ യാഥാർത്ഥ്യം. അല്ലാഹുവിന്റെ റസൂലിലെ പ്രവചനങ്ങൾ സത്യമായി പുലരാൻ പറ്റുന്ന എത്രയോ ദൃഷ്ടാന്തങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ പോകുന്ന എത്രയോ വിവര സാങ്കേതിക രംഗത്തെ പുരോഗതിയിലാണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത്. വർദ്ധിച്ച വിവരങ്ങൾ ശാസ്ത്രജ്ഞന്മാർ നമുക്ക് നൽകുന്നുണ്ട്. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ വിവരിച്ച വിവരമാണിത്. ഇന്നാണ് നമ്മളിത് പത്രത്തിൽ വായിക്കുന്നത്. ഇനി ഇതിലും സെക്കൻഡുകൾ തന്നെ മാറ്റം വരാം. അപ്പൊ ഭൂമിയുടെ അച്ചുതണ്ടിലുള്ള കറക്കത്തിൽ ജാഗ്രത വന്നാൽ, ത്വരിതഗതി വന്നാൽ, അല്പം കൂടി ധൃതി വന്നാൽ, കുറെ കൂടി വേഗത വന്നാൽ ദിവസങ്ങൾ കുറയും, ആഴ്ചകൾ കുറയും, മാസങ്ങൾ കുറയും, വർഷങ്ങൾ കുറയും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനത്തിന്റെ സത്യസന്ധത ഇവ ദൃഢീകരിക്കപ്പെടുകയാണ്, സാക്ഷീകരിക്കപ്പെടുകയാണ്. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ അങ്ങനെ എത്രയെത്ര പാഠമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ എത്രയെത്ര മൊഴികളുണ്ട്. ഈ മൊഴികളും പാഠങ്ങളും ഒക്കെ ആലോചിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു ശരിയായ മാധ്യമമാകണം നമുക്ക് മുൻപിൽ അരങ്ങേറിയ അല്ലാഹു തആലാന്റെ ദൃഷ്ടാന്തം. അല്ലാഹുവിന്റെ പടപ്പുകളിൽ പച്ചപ്പാവങ്ങളെ ക്രൂരന്മാരും ഉണ്ടായിരിക്കാം, തമ്മാടികൾ ഉണ്ടായിരിക്കാം, ബീച്ചുകളിലൊക്കെ ഉല്ലസിക്കാൻ വന്നവരിൽ ലോക തമ്മാടികളും സുഖിയന്മാരും ഉണ്ടായിരിക്കാം. ശരി, പക്ഷെ അനേകം ഭക്തന്മാർ, അനേകം സാധുക്കൾ, അനേകം പച്ചപ്പാവങ്ങൾ അല്ലാഹു തആല ഒരുക്കിയ ഈ ദുരന്തത്തിൽ അല്ലാഹു തആല കുടുംബസമേതം നഷ്ടപ്പെടുത്തിയിട്ടില്ലേ? അല്ലാഹുവിന്റെ ലോകത്തേക്ക് കൊണ്ടുപോയിട്ടില്ലേ? ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ക്രൂരതയ്ക്ക് വേണ്ടി മാത്രം, ക്രൂര വിനോദം എന്ന നിലയ്ക്ക് മാത്രം ഹകീമായ ലോകരക്ഷിതാവ് സർവജ്ഞനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുമോ? ഒരിക്കലും ഒരു വിശ്വാസിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. അല്ലാഹു തആലാന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് പാഠം വേണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ള വലിയ വലിയ ഭൂകമ്പങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഞെട്ടുന്ന ഓർമ്മകൾ ചരിത്രം വായിക്കുന്ന വിദ്യാർത്ഥിക്ക് പെട്ടെന്ന് ഓർക്കുമെങ്കിൽ അവന്റെ മനസ്സിനെ തുടിപ്പിക്കുന്ന ഓർമ്മകൾ എത്രയോ ചരിത്രത്തിലുണ്ട്. ഇന്നും ചരിത്രകാരന്മാർ, അവിശ്വാസികളായ ചരിത്രകാരന്മാർ ചരിത്രം പഠിക്കാൻ വേണ്ടി മാത്രം ശേഖരിച്ചു വെച്ചവ, ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമാമുകളും പണ്ഡിതന്മാരും ചിന്തിക്കാൻ വേണ്ടിയിട്ടും പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടും സംഭവിച്ചു വിവരിച്ചിട്ടുള്ള ചരിത്ര സംഭവങ്ങൾ, ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചിട്ടുള്ള, അല്ലാഹുവിന്റെ വഹയായി നമ്മെ അറിയിച്ചിട്ടുള്ള പരമസത്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ട എത്രയോ ദൃഷ്ടാന്തങ്ങളായതുകൊണ്ട് അദൃഷ്ടാന്തങ്ങൾ എന്ന നിലയ്ക്ക് തന്നെ അല്ലാഹു തആല വരുത്തുന്ന ഇത്തരം അപകടങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള മഹാന്മാരുണ്ട്. വലിയ വലിയ മഹാന്മാർ. ചൈനയിൽ നടന്ന വലിയ ദുരന്തം ചരിത്രത്തിലുണ്ട്. അസാമിൽ നടന്ന വലിയ ദുരന്തം ചരിത്രത്തിലുണ്ട്. വലിയ നദികളുടെ ഒഴുക്ക് തന്നെ ഗതിമാറ്റിയിട്ടൊഴുക്കിയ ദുരന്തങ്ങൾ, വലിയ വലിയ ഭൂകമ്പങ്ങൾ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാം. ചരിത്രം സൂക്ഷിച്ചു വെച്ചവരൊക്കെ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇത്തരം ഭൂകമ്പങ്ങൾ എത്രയോ വർഷങ്ങളായി ലോകത്തിറങ്ങേറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് പെരുത്തുകൊണ്ടിരിക്കുക, വർദ്ധിച്ചുകൊണ്ടിരിക്കുക കേവലം യാദൃച്ഛിക സംഭവമല്ല. ഭൂമിക്കെന്തോ പറ്റിയതുകൊണ്ട് മാത്രം വരുന്നതല്ല. നമ്മുടെ പ്രകൃതിക്കെന്തോ കോപം സംഭവിച്ചതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല. പ്രകൃതിയെ നിയന്ത്രിക്കുന്ന, പ്രകൃതിയെ ഭരിക്കുന്ന, പ്രകൃതിയിലെ ഒരു അണുവിട കാര്യത്തിൽ പോലും നിയന്ത്രണം വിട്ടുകൊടുക്കാത്ത രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത്, തന്റെ ഒരു പടപ്പിനിക്കും അതിന്റെ നിയന്ത്രണം വിട്ടുകൊടുത്തിട്ടില്ലാത്ത റബ്ബുൽ ഇസ്സത്ത്, ആ റബ്ബുൽ ഇസ്സത്തിന്റെ പ്രവർത്തനം എന്ന നിലക്ക് എത്രയോ സംഭവങ്ങൾ, ഒരേ ദുരന്തങ്ങൾ തന്നെ ആവർത്തിച്ചു വരുന്നത് യാദൃച്ഛികമല്ല, യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ആസൂത്രിതമായി വ്യവസ്ഥാപിതമായി തന്നെ വ്യവസ്ഥയോടുകൂടെ റബ്ബുൽ ഇസ്സത്ത് നടത്തുന്നതാണ്. ഇതാര് പഠിപ്പിക്കുന്നു? അഷ്റഫുൽ ഖുറാ ത്വഹ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ പ്രവർത്തനങ്ങളിലൂടെ സത്യങ്ങൾ മുഴുവൻ പഠിപ്പിക്കുന്ന, ഇനി എന്തൊക്കെ റബ്ബുൽ ഇസ്സത്ത് പ്രവർത്തിക്കുമെന്ന് പഠിപ്പിക്കുന്ന, നിങ്ങളെ കൊണ്ടെന്തെല്ലാം അല്ലാഹു തആല കാണിക്കുമെന്ന് പഠിപ്പിക്കുന്ന, നിങ്ങൾ എങ്ങോട്ടെല്ലാം പോകുന്നുവെന്നും എന്തെല്ലാം കൈക്രിയകൾ നിങ്ങളെ കൊണ്ട് ചെയ്തു കൂട്ടുമെന്നും അല്ലാഹുവിന്റെ റസൂൽ മുഖേനയാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ വിവരം വെച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഭൂകമ്പം പോലുള്ള ഭൂകമ്പങ്ങൾ ആവർത്തിക്കും, ഇനിയും ആവർത്തിക്കും, കൂടുതൽ ആവർത്തിക്കും. ഗുജറാത്തിൽ കഴിഞ്ഞത് 2 വർഷം മുമ്പല്ലേ? മൃഗങ്ങൾ ഇതൊന്നും ചെയ്യൂല. വളരെ ക്രൂരന്മാരായ മനുഷ്യന്മാർ. ആ ക്രൂരന്മാരായ മനുഷ്യർക്ക് ഇനിയും ക്രൂരകൃത്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഒന്നും രണ്ടുമല്ല ധാരാളം സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ നാടുകളിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾ എങ്ങനെ ചിന്തിക്കണം? വിശ്വാസികൾ എങ്ങനെ ഓർക്കണം?
അതാ ഞാൻ പറഞ്ഞത്, കാലികളെ പോലെ പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിൽ ഒതുങ്ങിയാൽ പോരാ നമ്മുടെ നടുക്കം. കാക്കകളെ പോലെ, പാമ്പുകളെ പോലെ, പട്ടികളെ പോലെ, നായകളെ പോലെ കൂട്ടായ്മയോടുകൂടെ കരുണപ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടോ സഹമൃഷ്ടികളെയും സുഹൃത്തുക്കളെയും വർഗത്തിൽപ്പെട്ടവരെയും സ്വവർഗത്തിൽപ്പെട്ട കൂട്ടാളികളെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളോ നടത്തിയത് കൊണ്ടായില്ല. പാമ്പ് പകരം ചോദിക്കും പോലെ, കാക്ക പകരം ചോദിക്കും പോലെ ഇത് കാണിച്ചവരാണോ എന്ന്